അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മറ്റേ കീർത്തിചക്ര സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് മാറി പട്ടാളക്കാരനാവണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഓട്ടം ചാട്ടം ജിമ്മിൽ പോക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. അന്നിങ്ങനെ മെലിഞ്ഞ് ഉണങ്ങിയിട്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല കായികാഭ്യാസമൊക്കെ ചെയ്ത് ആ നാട്ടുപുറത്തൊക്കെ ഞാൻ ഓടാത്ത സ്ഥലങ്ങളില്ല. അവിടുത്തെ കൊച്ചു കൊച്ചു നായ്ക്കൾക്കൊക്കെ എന്നെ നല്ല പരിചയമാണ്. എൻ്റെ പിന്നാലെ കുറേ ഓടിയിട്ടുണ്ട് അവർ. ആ പുലർച്ചെ 4 മണിക്ക് അവർ. അങ്ങനെ ഒരുപാട് അത് കഷ്ടപ്പെട്ട് ഒരു ആർമിയുടെ ഒരു സംഭവത്തിലൊക്കെ ഏകദേശം കയറി പറ്റി എന്നുള്ളതായി. പക്ഷേ ഭാഗ്യം അവിടെ എന്താ പറയുക, ആ ട്രെയിനിങ് പീരീഡ് സംഭവിച്ചൊരു അപകടം കാരണം തിരിച്ചു വരേണ്ടി വന്നു. എന്തുപറ്റി? ഒരു കാലിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര നാണക്കേടായി. കാരണം ആഗ്രഹിച്ച് പോയതാണ്. പക്ഷേ ആദ്യത്തെ മാസത്തിൽ തന്നെ പോരേണ്ടി വന്നു. അയ്യോ. പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി അവൻ വെറുതെ പോയതാണ്, എവിടെയോ മാറി നിന്നിട്ട് പട്ടാളത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ് നുണ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ നാണക്കേടായി. നാട്ടിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ധീര ജവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടുകാർ കയറ്റി വിട്ടിട്ടുള്ളതാണ് ട്രെയിനിങ്. 1 മാസം കൊണ്ട് തിരിച്ചു വന്നാൽ പിന്നെ അവരെന്താ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു നാണക്കേട്.